ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ക്രിക്കറ്റ് ടോക്സ്. ഇപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പരമ്പര 2-0 പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ 3-0 പരാജയപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് 2 കൺസിക്യൂട്ടീവുള്ള ഇയേഴ്സിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര നഷ്ടമാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ 7 സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ കളിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇന്ത്യയുടെ പുകൾപ്പെട്ട ബാറ്റിംഗ് നിര എന്നൊക്കെ പറഞ്ഞ പത്രങ്ങൾ എഴുതിയ ഒരു സമയം. അതിൽ നിന്ന് ഇന്ന് ഓൾറൗണ്ടേഴ്സ് 9ാം നമ്പർ കളിക്കാരൻ വരെ ബാറ്റിംഗ് അറിയാവുന്ന ഒരു ടീമായി മാറി. നല്ലതാണ്, പക്ഷേ റിസൾട്ടില്ല. ബാറ്റ്സ്മാൻമാരുടെ കാര്യം എടുത്താൽ ഈ സീരീസിൽ ബാറ്റ്സ്മാൻമാരുടെ ആവറേജ് 12.4 കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീമിൽ ഒരാൾ പോലും സെഞ്ചുറി എടുക്കാത്ത ഒരു സീരീസ് കടന്നു പോകുന്നത്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു സീരീസിൽ. പിന്നെ ബോളേഴ്സിൻ്റെ കാര്യത്തിൽ ബോളേഴ്സ് ഉണ്ട് അല്ലേ. ബോളേഴ്സ് സിറാജ്, ബുംറ, കുൽദീപ്, രവീന്ദ്ര ജഡേജ. പക്ഷേ സൗത്ത് ആഫ്രിക്ക ഡിഡ് ജോബ് വെരി വെൽ. എല്ലാ ബാറ്റ്സ്മാൻമാരും നന്നായിട്ട് കളിച്ചു. മോശമെന്ന് പറയാൻ ആരുമില്ല. എല്ലാവർക്കും അവരുടെ റോള് വ്യക്തമായിട്ട്. പ്രത്യേകിച്ച് ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെയൊക്കെ ഒരു ബാറ്റിങ് വളരെ മികച്ചതായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ബൗമ റെക്കോർഡാണ് അദ്ദേഹത്തിന്. 12 ടെസ്റ്റ് അദ്ദേഹം നയിച്ചപ്പോൾ 11 ടെസ്റ്റും വിജയമായിരുന്നു. അത് റെക്കോർഡാണ്. ബുംറയ്ക്ക് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലായി കാണും അദ്ദേഹത്തിൻ്റെ ഉയരം എത്രയാണെന്ന്. പോരാത്തതിന് കഴിഞ്ഞ തവണ ദക്ഷിണാഫ്രിക്കയെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനാണ് ടെമ്പ ബൗമ. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം ടു റിസൈൻ ആസ് എ ടെസ്റ്റ് ടീം കോച്ച് ഫോർ ഗൗതം ഗംഭീർ. അദ്ദേഹത്തിൻ്റെ വാശി, ബാറ്റ്സ്മാൻമാരെ എടുക്കാതെ ഓൾറൗണ്ടേഴ്സിനെ തിരികെ കയറ്റാനുള്ള ഈ വ്യഗ്രത, എൻ്റെ അഭിപ്രായത്തിൽ അതാണ് വൺ ഓഫ് ദ റീസൺ. നമുക്കറിയാം, വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും കൂടെ ചേർന്ന് ബിൽഡ് ചെയ്ത് വാർത്തെടുത്ത ഒരു ടീമുണ്ടായിരുന്നു. ഏത് ടെസ്റ്റ് കൺട്രീസിനെതിരെയും അവിടെ ചെന്ന് അവരെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ആരാധകരെ വിശ്വസിപ്പിച്ച ഒരു ടീം. ആ ടീമിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണിത്. ഓഫ് കോഴ്സ് അവരുടെ ബോളർ സൈമൺ ഹാർമർ, അദ്ദേഹത്തിൻ്റെ ടേൺ, ഫ്ലൈറ്റ്, ബൗൺസ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് മറുപടിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് വാഷിംഗ്ടൺ സുന്ദർ 2ാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത്. യൂഷ്വലി വാഷിംഗ്ടൺ സുന്ദർ ഒരു ക്വിക്ക് ഓഫ് സ്പിന്നറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്ലാൻ വർക്കൗട്ടായില്ല. കുൽദീപിനെ എങ്ങനെ കളിക്കണമെന്ന് അവർ പഠിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അവർ നന്നായിട്ട്, ഏറ്റവും വലിയ തോൽവിയാണ് ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത് ഹോം സീരീസിൽ. സോ എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഗൗതം ഗംഭീർ രാജിവെക്കണം ആസ് എ ടെസ്റ്റ് കോച്ച്. പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ടെസ്റ്റ് ടീം പോരാ. ടെസ്റ്റ് ടീമിൻ്റെ സെലക്ഷനും ടെസ്റ്റ് ടീമിൻ്റെ പെർഫോമൻസും വളരെ പരിതാപകരമാണ് ഇപ്പോൾ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.